നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോ കെമിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ് കറന്റ് ട്രേഡ് ചെയ്യുന്ന എത്രയിലാണ് 1000 എന്നുള്ള പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് ഒരു 43% ഡിപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഓൾ ടൈം ഹൈ എത്രയായിരുന്നു? 1778 ആയിരുന്നു 52 വീക്ക് ഹൈ. അപ്പം ഇത് നമുക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കും. അപ്പോൾ അവസാനം നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ ഫെർട്ടിലൈസേഴ്സ് എന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവായിട്ട് നമുക്കൊരു തെറ്റിദ്ധാരണ ഒരു ഫെർട്ടിലൈസേഴ്സ് മാത്രമാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയല്ല, ഇതിന്റെ അകത്ത് ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ഉണ്ട്. അതിന്റെ അകത്ത് തന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് നൈട്രിക് ആസിഡ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, അതുപോലെ തന്നെ മൈനിങ് കെമിക്കൽസിന്റെ അകത്ത് അമോണിയ നൈട്രേറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരുപാട് കോർപ്പ് ന്യൂട്രീഷന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഫെർട്ടിലൈസേഴ്സ് ബിസിനസ്. അതിനൊപ്പം തന്നെ ഹൈ മാർജിൻ അപ്ഗ്രേഡഡ് സ്പെഷ്യാലിറ്റി ഫെർട്ടിലൈസേഴ്സും അവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു സെഗ്മെന്റ് തന്നെയല്ല, 3 സെഗ്മെന്റിൽ നിന്നാണ് ഇതിന്റെ അകത്ത് റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന കെമിക്കൽസ്, ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്, മൈനിങ് കെമിക്കൽസ്, കോർപ്പ് ന്യൂട്രീഷൻ. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു വലിയൊരു ഫാൾ ഉണ്ടായ പ്രൈസിൽ 43% അപ്രോക്സിമേറ്റ് ഫാൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? Q3 ഫിനാൻഷ്യൽ റിസൾട്ട് വന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പോസിറ്റീവായിട്ട് നമുക്ക് ഇതിന്റെ റവന്യൂ ഗ്രോത്ത് 10% ഇയർ ഓൺ ഇയർ കാണാൻ സാധിച്ചു. അപ്പം അത് നല്ലൊരു കാര്യമായിരുന്നു. പക്ഷേ മോശമായിട്ട് എന്താണ് കാണാൻ സാധിച്ചത്? പ്രോഫിറ്റിലെ കമ്പനി കുറവാണ് വന്നത്. 43.5% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കുറഞ്ഞു പോയി. 151 കോടി രൂപയാണ് പ്രോഫിറ്റ് ഈ ഒരു ക്വാർട്ടറിൽ വന്നത്, ലാസ്റ്റ് ക്വാർട്ടർ 3. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? റവന്യൂ കൂടിയിട്ടും പ്രോഫിറ്റ് കുറയാതെ വന്നത് മാർജിൻ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. കമ്പനി റവന്യൂ ഒരുപാട് സെയിൽസ് ഉണ്ടായി, പക്ഷേ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. കാരണം എന്താണ്? അവിടെ മാർജിൻ കുറഞ്ഞു പോയി. അപ്പൊ അതിന്റെ കാരണം റോ മെറ്റീരിയൽ കോസ്റ്റ് അത് കൂടി, അതുപോലെ തന്നെ അൺസീസണൽ റെയിൻ അത് ഡിലേ ചെയ്ത് മൈനിങ് ആൻഡ് ഫാമിംഗ് അങ്ങനെയുള്ള കാര്യത്തിന്, അതുപോലെ തന്നെ ഗ്ലോബൽ പ്രൈസ് ഓഫ് കെമിക്കൽസ് ലൈക്ക് IPA ഡ്രോപ്ഡ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന സമയത്ത് അതൊക്കെയാണ് ആ പ്രോഫിറ്റ് കുറയാൻ കാരണമായത്. അപ്പം അതൊരു ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അങ്ങനെ ഉണ്ടായി, ഫ്യൂച്ചറിൽ അങ്ങനെ ഉണ്ടാകണമെന്നില്ല. നമുക്കിനി എന്തുകൊണ്ടാണ് ഇത് ലോങ് ടൈമിലേക്ക് നല്ലതാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. അതായത് മാസീവ് കപ്പാസിറ്റി എക്സ്പാൻഷൻ, അതായത് 2 മെഗാ പ്രോജക്ട്സ് വരുന്നുണ്ട്. ഒന്ന് ഗോപാൽപൂർ ടാൻ പ്ലാന്റ്, അത് 91% അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദഹേജ് നൈട്രിക് ആസിഡ് പ്ലാന്റ്, അതും അപ്രോക്സിമേറ്റ് 79% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ലൈവായിട്ട് ഇത് ഓപ്പൺ ആകുന്നത് ഏകദേശം 2027 Q1 ആകുമ്പോഴത്തേനും ഇത് ഓപ്പൺ ആവും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അത് അവരുടെ റവന്യൂ ബൂസ്റ്റ് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ഗ്ലോബൽ പവർ ഹൗസ് ഇൻ ദീസ് കെമിക്കൽസ്, ഗ്ലോബൽ പവർ ഹൗസ് ആയി മാറാനും ഇതിന് കാരണമുണ്ട്. അതുപോലെ തന്നെ പിവറ്റ് ടു സ്പെഷ്യാലിറ്റി, ഇവരെ ഷിഫ്റ്റിംഗ് ചീപ്പായിട്ടുള്ള ബൾക്കായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിൽ നിന്ന് ഹൈ മാർജിൻ സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവരുടെ മാർജിൻ കൂട്ടാൻ കാരണമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്കാണെങ്കിലും സ്പെഷ്യാലിറ്റിയിൽ നമുക്ക് നല്ലൊരു റവന്യൂ ഗ്രോത്ത് കിട്ടിയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ മാജിക്, അപ്പം ഇവര് സൈൻ ചെയ്തിട്ടുണ്ട് 515 ഇയർ LNG കോൺട്രാക്ട് വിത്ത് ഇക്വിനോർ. അത് ഡ്രാസ്റ്റിക്കലി കട്ട് ദെയർ അമോണിയ മാനുഫാക്ചറിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി കാരണമാകും എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ചീപ്പ് വാലുവേഷൻ, കറന്റ് PE അപ്രോക്സിമേറ്റ് 14-15 ഒക്കെയാണ് നിൽക്കുന്നത് പി റേഷ്യോ. അപ്പം മാസീവ് ഡിസ്കൗണ്ട് ആണ് നമ്മുടെ കെമിക്കൽ സെക്ടറിൽ. അപ്രോക്സിമേറ്റ് എപ്പോഴും അതിന്റെ ഒരു പി റേഷ്യോ നിൽക്കുന്നത് എത്രയാണ്? 23-നും 40-നും ഇടയ്ക്കാണ്. അപ്പൊ അതിനേക്കാൾ ഒത്തിരി താഴെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി ഇതിന്റെ റിസ്ക് സൈഡുകൾ അത് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഡിപ്പെൻഡൻസി, അതായത് ഫെർട്ടിലൈസേഴ്സിന് ഗവൺമെന്റ് എന്തെങ്കിലും സബ്സിഡി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിലേ ആകുന്നതും അതിന്റെ പേ ഔട്ട് ലേറ്റ് ആകുന്നതും ആ കമ്പനിയിലേക്ക് ക്യാഷ് ഫ്ലോ കുറയ്ക്കാനും ഉള്ള കാരണങ്ങളാണ്. അപ്പം അവർ പറയുന്ന സമയത്ത് തന്നെ അത് സബ്സിഡി കിട്ടുവാണെങ്കിൽ ഓക്കെ, അവരുടെ കയ്യിൽ പൈസ വരുന്നു, അതിനുശേഷം അവർക്ക് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കും. പക്ഷെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ കുറഞ്ഞു. അതുപോലെ തന്നെ ഡെപ്റ്റ് ലെവല്, ഇപ്പം ഈ മാസീവായിട്ടുള്ള ഈ ഒരു പുതിയ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒത്തിരി വലിയ കമ്പനിയെ ഡെപ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, 4000 കോടി. പക്ഷെ അത് മാനേജബിൾ ആണ് റൈറ്റ് നൗ. അതായത് നമുക്ക് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അവര് അതിൽ നിന്ന് കട്ടാകുന്നുമുണ്ട്. അപ്പം അത്ര വലിയ ഡെപ്റ്റിൽ പോയി അതിന്റെ മേളിൽ ഇൻട്രസ്റ്റും വരുന്നതും ഒരു കാരണമാണ് പ്രോഫിറ്റ് കുറയുന്നതിന് വേണ്ടി. അപ്പം മനസ്സിലാക്കി വെക്കുക, ഈ കമ്പനികൾ ഓപ്പൺ ആക്കി നല്ല രീതിയിൽ റവന്യൂ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിക്ക് അത് പോസിറ്റീവായി മാറാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ഡെപ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഗ്ലോബൽ സൈക്കിൾ നോക്കുവാണെങ്കിൽ ഗ്ലോബൽ സൈക്കിൾസ്, അതായത് മാർജിൻസ് ആർ ഹെവിലി എക്സ്പോസ്ഡ് ടു ഗ്ലോബൽ കമ്മോഡിറ്റി പ്രൈസ്. അതായത് ഗ്യാസിനെയും അമോണിയനെയും ഫോസ്ഫോറിക് ആസിഡിനെയും എല്ലാം ഇത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് ഒന്ന് പോയി നോക്കാം.
ഒരു കാര്യം ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാം. ഞാനിവിടെ ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോകെമിക്കൽസ് കോർപ്പ് ലിമിറ്റഡിന്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ടിക്കർ ടൈപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ഇതിന്റെ അനാലിസിന് വേണ്ടി ഞാൻ ചാർട്ട് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ 1778 എന്നുള്ള ഹൈയിൽ നിന്ന് നേരെ താഴോട്ട് പോരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡിപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 1000-ലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ മാക്സിമം ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, വളരെ വലിയ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ കിട്ടുന്നതും അതിനുശേഷം ഡിപ്പ് ഉണ്ടാക്കുന്നതും ഇതിനു മുമ്പും ഈ ഒരു കമ്പനിയിൽ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ ഡിപ്പ് ഉണ്ടാക്കി അതിനുശേഷം റാലി നിന്ന് വീണ്ടും ഡിപ്പ് ഉണ്ടാക്കി റാലി നിന്ന് വീണ്ടും ഡിപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഴ്സ് ആൻഡ് അഗ്രോ കെമിക്കൽസിലാണ് വർക്ക് ചെയ്യുന്നത്. സ്മോൾ ക്യാപ് കമ്പനിയാണ്. 12,630 കോടി രൂപയാണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പിൽ വരുന്നത്. റാങ്ക് 473 വരുന്നത്. ഹൈ റിസ്ക് ആണ്. കുറച്ച് മൂവ്മെന്റ് കൂടുതലാണ് നിഫ്റ്റിനേക്കാളും 3 ഇരട്ടി എന്ന് നമുക്ക് പറയാം, മുകളിലേക്കാണെങ്കിലും താഴോട്ടാണെങ്കിലും. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പി റേഷ്യോ നോക്കുന്ന സമയത്ത് ചെറിയ പി റേഷ്യോ ആണ്. സെക്ടറിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ സെക്ടറിന്റെ പിനേക്കാളും വളരെ കുറവാണ്. 13 ഒരു ഡിസ്കൗണ്ടിൽ തന്നെയാണ് കിട്ടുന്നത്. ബി റേഷ്യോയും ഇവിടെ കുറവാണ്. സെക്ടറിന്റെ ബിപിനേക്കാളും കുറവാണ്. ഡിവിഡൻഡ് ഈൽഡ് അപ്രോക്സിമേറ്റ് സെക്ടറിന്റെ അത്രയും തന്നെ കിട്ടുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിന്റെ ഡേറ്റാസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ അനലിസ്റ്റ് റേറ്റിംഗ്, ഇവരുടെ അനലിസ്റ്റ് ആണ്, ഞാനല്ല റെക്കമെൻഡ് ചെയ്യുന്നത്. അനലിസ്റ്റ് കാണുന്നത് ഒരു 100% റെക്കമെൻഡേഷൻ അവർ കാണിക്കുന്നുണ്ട്. ടിക്കർ ടൈപ്പിന്റെ അനലിസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ ഡിസിഷൻ എടുത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുക. ഫോർകാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ഫോർകാസ്റ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ്. വളരെ രീതിയിൽ മിനിമം ഒരു മീഡിയം ഒരു 50% അടുത്ത 1 ഇയറിനുള്ളിൽ മൂവ് ചെയ്യാനാണ് ചാൻസ് എന്നാണ് കാണിക്കുന്നത്. ബട്ട് റവന്യൂ ഫോർകാസ്റ്റ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഏർണിംഗ്സ് പെർ ഷെയർ, അതായത് പ്രോഫിറ്റബിലിറ്റി ഒരു അപ്രോക്സിമേറ്റ് ഈക്വൽ അല്ലെങ്കിൽ ഇച്ചിരി കുറയാനാണ് ചാൻസ് ഈ ഒരു വർഷത്തിലേക്ക് എന്നാണ് കാണിക്കുന്നത് 2026. ഓക്കെ, ഇനി നമ്മൾ ഇൻകം കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പിയർ കമ്പനികൾ നോക്കാം. ദീപക്, അതുപോലെ തന്നെ കോറമണ്ടൽ ഇന്റർനാഷണൽ, UPL ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ, ട്രാവൻകൂർ ലിമിറ്റഡ്. ഇവിടെ പി റേഷ്യോ നോക്കുക. പി റേഷ്യോ ഏറ്റവും കുറവാണ്. പി റേഷ്യോയും ഓക്കെയാണ്. ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡ് ഈൽഡും ഓക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്ക് നമുക്ക് ഇതിന്റെ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഹോൾഡിംഗ് പാറ്റേൺ നോക്കുന്ന സമയത്ത് എല്ലാവരുടെയും കയ്യിലുണ്ട്. പ്രൊമോട്ടറിന്റെ കയ്യിലുണ്ട്. 45% മോശമില്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിലും മ്യൂച്വൽ ഫണ്ടിന്റെയും ഡൊമസ്റ്റിക്കിന്റെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ബട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇച്ചിരി കുറഞ്ഞു. ഡിസംബർ ക്വാർട്ടറിലേക്ക് വന്നപ്പോൾ ഇച്ചിരി കുറഞ്ഞു. ചെറിയൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ബാക്കി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ അപ്രോക്സിമേറ്റ് ഈക്വൽ ആണ്. വലിയ മാറ്റങ്ങളില്ല. അതുപോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് നല്ല രീതിയിൽ ഇത് ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റീറ്റെയിലേഴ്സിന്റെ കുറഞ്ഞും പോകുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒരു കുറവ് വരുന്നുണ്ട്. അങ്ങനെ ഒരു പാറ്റേണും കിട്ടുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് തന്നെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. പിന്നെ പ്രൊമോട്ടർ ചെറിയ രീതിയിൽ ഒന്ന് പ്ലഡ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പോർഷൻ. ഓക്കെ, ഇത്രയാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മോശമില്ല, ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ ഓക്കെ എന്ന് നമുക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഈ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പോർഷനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതും പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കി ഇവരുടെ ഒരു സ്കോർ കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് വലിയൊരു ടൈം ഫ്രെയിമിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇയറിൽ നോക്കുവാണെങ്കിൽ വളരെ റിട്ടേൺ കുറവാണ്. ബാക്കി 5 ഇയർ CAGR ഒക്കെ നല്ലതാണ്. എക്സ്പെക്ടഡ് റിട്ടേണും വളരെ വലുതാണ്. വാല്യുവേഷൻ ഒത്തിരി ഹൈ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും സെക്ടറിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പി റേഷ്യോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രോത്ത് ഇച്ചിരി കുറവാണ്, എങ്കിലും മോശമില്ല എന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കുന്നു. റവന്യൂ ഗ്രോത്ത് 10% വെച്ചുണ്ട്. ക്യാഷ് ഫ്ലോ ഗ്രോത്ത് 15% വെച്ചുണ്ട്. 3 ഇയർ ആണ്. ഏർണിംഗ്സ് പെർ ഷെയർ ഗ്രോത്തും ഇച്ചിരി കുറവാണ്. എങ്കിലും പ്രോഫിറ്റബിലിറ്റി നല്ലൊരു പ്രോഫിറ്റബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാഷ് ഫ്ലോ മാർജിൻ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഇതെല്ലാം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി മോശമില്ല. ബാക്കി എൻട്രി പോയിന്റ് ഗുഡ് ആണ്. റെഡ് ഫ്ലാഗ് കാര്യങ്ങളൊക്കെ പൊതുവെ കുറവാണ്. സ്മോൾ ക്യാപ് കമ്പനിയാണ്. നല്ല വോളറ്റൈൽ കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പോർഷൻ നമുക്ക് ഇങ്ങനെയുള്ള കമ്പനീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഞാനൊരു സെബി അനലിസ്റ്റ് അല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്രോക്സിമേറ്റ് ഒരു ഓവറോൾ ഐഡിയ ആണ് ഞാൻ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പെഷ്യൽ മെത്തേഡ്സ്, സ്വിംഗ് ട്രേഡിംഗ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, പോർട്ട്ഫോളിയോ ഹെഡ്ജിങ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അവിടെ പോയി വാട്സ്ആപ്പ് നമ്പർ മെസ്സേജ് അയച്ച് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.